Design a short column of 500 mm by 600 mm subjected to a factored load PU 2000 kilonewton and biaxial factored moment as follows: MUX 150 kilonewton meter and MUY 120 kilonewton meter. Use M20 concrete and Fe415 steel. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് PU വാല്യൂ അതുപോലെ തന്നെ ഫാക്ടേഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. ഇവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മൊമെന്റ്സ് ഉണ്ടാവും ബൈ ആക്സിൽ ബെൻഡിങ് വരുന്നതിൽ. അപ്പോൾ PU വാല്യൂ 2000 kilonewton, MUX 150, MUY 120 kilonewton meter. ഓക്കെ, B 500, D 600 mm, FCK 20, FY 415. അപ്പൊ ഇതില് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഗിവൺ ഡാറ്റ എന്നുള്ളത് എഴുതി. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചെക്ക് ഫോർ സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്യുക. ഇത് ഷോർട്ട് ഫോൾ ആണോ ഉള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടില്ല, എഫക്റ്റീവ് ലെങ്തോ അല്ലെങ്കിൽ അൺസപ്പോർട്ട് ലെങ്തോ ഒന്നും തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അസ്യൂം L effective ഡിവൈഡ് ബൈ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ ലെസ് ദാൻ 12, ദാറ്റ് ഈസ് കോളം ഈസ് ഷോർട്ട് എന്ന് പറഞ്ഞ് ഞാൻ അസ്യൂം ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പില് എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യണം. എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്തിട്ട് EX വാല്യൂ, ഒരു സെക്കൻഡ്, അതിന്റെ ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു സെക്കൻഡ്. EX വാല്യൂ ചെക്ക് ചെയ്യുന്നത് അവിടെ ഇതുപോലെ ഒന്ന് എഴുതി വെക്കണം. ചെക്ക് ഫോർ എക്സെൻട്രിസിറ്റി ചെക്ക് സ്റ്റെപ്പ് 3, that is assume that the eccentricity in both the direction x and y are greater than the minimum eccentricity. Okay, സ്റ്റെപ്പ് 3 രണ്ട് ഡയറക്ഷനിലുള്ള എക്സെൻട്രിസിറ്റി, അതായത് എക്സും വൈയും ഡയറക്ഷനിലുള്ള ആക്ച്വൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് മിനിമം എക്സെൻട്രിസിറ്റിനേക്കാളും ഗ്രേറ്റർ ആണ് എന്നുള്ളത് നമ്മളിവിടെ എഴുതണം. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ഡയറക്ഷനിലും, ഓക്കെ, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള എക്സെൻട്രിസിറ്റി മിനിമം എക്സെൻട്രിസിറ്റിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് ബൈ ആക്സിൽ ബെൻഡിങ് അവിടെ വരുന്നു എന്നുള്ള അസംഷൻ ആണ്. ഓക്കെ, therefore design the column as short column subjected to biaxial bending. അപ്പോൾ ഷോർട്ട് കോളം ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. അതുപോലെ തന്നെ ബൈ ആക്സിൽ ബെൻഡിങ് വരുന്ന കേസാണെന്നുള്ളതും നമ്മളിവിടെ എഴുതി. അപ്പൊ എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പൊ എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് അവിടെ മിനിമം എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യാൻ ലെങ്ത് ഇല്ല, L വാല്യൂ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം L വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ദാറ്റ് ഈസ് രണ്ട് ഡയറക്ഷനിലും, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള എക്സെൻട്രിസിറ്റി മിനിമം എക്സെൻട്രിസിറ്റിനേക്കാളും കൂടുതലാണെന്നുള്ളത്, അതായത് ബൈ ആക്സിൽ ബെൻഡിങ് വരുന്ന കോളം ആണെന്നുള്ളത്. അപ്പൊ ഷോർട്ട് കോളവും ബൈ ആക്സിൽ ബെൻഡിങ്ങും വരുന്ന രീതിയിൽ വേണം നമ്മൾ ബാക്കി പ്രോബ്ലം ചെയ്യാന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇവിടെ എത്തുന്നു. ഓക്കെ, മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് കോളം ഷോർട്ടാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് നമ്പർ 3 എക്സെൻട്രിസിറ്റി മിനിമം എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന ആക്ച്വൽ എക്സെൻട്രിസിറ്റിനേക്കാളും കുറവാന്നുള്ളത് നമ്മളിവിടെ അസ്യൂം ചെയ്തു. therefore the column design the column as short column subjected to biaxial bending. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 4 എന്ന് പറയുന്ന പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അസ്യൂം ചെയ്യാന്നുള്ളതാണ്. അസ്യൂം 2% ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്, ദാറ്റ് ഈസ് P വാല്യൂ 2% എന്നുള്ള അസ്യൂം ചെയ്തു. പിന്നെ രണ്ടാമത്തത് ഈ റീഇൻഫോഴ്സ്മെന്റ് എല്ലാം 4 സൈഡിലും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാന്നുള്ളതും അസ്യൂം ചെയ്തു. അതുപോലെ എഫക്റ്റീവ് കവർ 60 mm എന്നുള്ളത് അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 5 ആസ് പെർ IS 456/2000 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടീഷൻ ഇതാണ്: MUX by MUX1 raised to alpha n plus MUY by MUY1 raised to alpha n should be less than or equal to 1 എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഓരോരോ ടേം ആയിട്ട് കണ്ടുപിടിക്കണം. MUXും MUYയും നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. നമുക്കിനി വേണ്ടത് MUX1ഉം MUY1ഉം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കോഡിന്റെ അകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ ആൽഫ n വാല്യൂ നമുക്ക് കോഡിന്റെ അകത്തുനിന്ന് PU by PUZ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം MUX1 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് MUX1 ആൻഡ് MUY1, അപ്പം മേജർ ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ MUX1 ഫൈൻഡ് ഔട്ട് ചെയ്യുക. കൺസിഡറിങ് ദ മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ D' ബൈ ആ പർട്ടിക്കുലർ ഡയമെൻഷൻ മേജർ ആക്സിസിലുള്ള ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ മേജർ ആക്സിസ് നമ്മൾ നോർമലി വലിയ ഡയമെൻഷൻ നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ 500ഉം 600ഉം ആണ് ഡയമെൻഷൻ ഉള്ളത്. അപ്പൊ D' ബൈ 600 വലിയ ഡയമെൻഷൻ എടുത്തു. അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്നത് 60/600, ദാറ്റ് ഈസ് 0.1 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, D' ബൈ D വാല്യൂ കിട്ടും.
അതുപോലെ FCK വാല്യൂ FY വാല്യൂ 415. ഓക്കെ, പിന്നെ 4 സൈഡിലും ഒരുപോലെ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് റെഫർ ചെയ്യേണ്ട ചാർട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മൾ റെഫർ ചെയ്യേണ്ട ചാർട്ട് എന്ന് പറയുന്നത് ചാർട്ട് നമ്പർ 44 ആണ്. ഓക്കെ, E'/D 0.10, FY 415, അതുപോലെ 4 സൈഡിലും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് റെഫർ ചെയ്യേണ്ട ചാർട്ട് നമ്പർ 44 ആണ്. അപ്പോൾ ചാർട്ട് നമ്പർ 45 നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ റെഫർ ചെയ്തിട്ട് നമുക്ക് വേണ്ടത് PU/FCK BDയുടെ വാല്യൂ അതുപോലെ P/FCK വാല്യൂ ആണ്. PU/FCK BDയും P/FCK വാല്യൂ, അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് MU/FCK BD വാല്യൂ BD സ്ക്വയർ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ മേജർ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന MU വാല്യൂ എന്ന് പറയുന്നത് MUX1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് PU/FCK BD എത്രയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ PU/FCK BD എന്ന് പറയുന്നത് 2000 × 10⁻³ ഡിവൈഡ് ബൈ 20 × 500 × 600, ദാറ്റ് ഈസ് 0.33 എന്ന് പറഞ്ഞു കിട്ടും. P/FCK പെർസെന്റേജ് നമ്മൾ 2% എന്നുള്ള അസ്യൂം ചെയ്തിരുന്നു, ഡിവൈഡ് ബൈ 20, ദാറ്റ് ഈസ് 0.1 എന്ന് പറഞ്ഞു കിട്ടി. അപ്പം P/FCK 0.1ഉം PU/FCK BD 0.33 കിട്ടി. അപ്പൊ ചാർട്ടിന്റെ അകത്ത് നിന്ന് എത്രയാണ് MUX1/FCK BD സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ട് റെഫർ ചെയ്യാം. ചാർട്ട് റെഫർ ചെയ്യുമ്പോൾ PU/FCK BD എന്ന് പറയുന്ന വാല്യൂ 0.33, അപ്പൊ ഇത് 0.32 0.333 എന്ന് പറയുന്ന ഏകദേശം ഇവിടെ വരും. അവിടെ നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് P/FCK വാല്യൂ 0.1 ഏതാന്ന് നോക്കാം. P/FCK വാല്യൂ 0.1ന്റെ ഇന്ററാക്ഷൻ കർവ് ഇതാണ്. അപ്പൊ ഏകദേശം ഇവിടെ വെച്ചിട്ടാണ് ഇത് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് നേരെ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയാണ്. അതായത് MU/FCK BD സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ വാല്യൂ എന്ന് പറയുന്നത് 0.1 0.12 0.13 ഏകദേശം 0.135 ആണ്. അപ്പൊ MU/FCK BD സ്ക്വയർ, അതായത് MUX1/FCK BD സ്ക്വയർ ആണ്. E'/D മേജർ ആക്സിസ് ആണ് ഡയമെൻഷൻ കൊടുത്തിട്ടുള്ളെങ്കിൽ ഡിന്റെ സ്ഥാനത്ത് മേജർ ആക്സിസിലുള്ള 600 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് MUX1 ആയിരിക്കും. MUX1/FCK BD സ്ക്വയർ വാല്യൂ ആണ് 0.135 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം MUX1/FCK BD സ്ക്വയർ 0.135 എനിക്ക് അവിടെ കിട്ടി. MUX1 ഈസ് ഈക്വൽ ടു, അപ്പം വാല്യൂ ഇവിടെ FCK BD സ്ക്വയർ 0.135 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് MUX1 ഈസ് ഈക്വൽ ടു 486 × 10⁻6 Nm എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 486 kN കിട്ടും. ഇനി അടുത്തത് മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യുക. മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ D/D ആണ് നേരത്തെ കൊടുത്തതെങ്കിൽ മൈനർ ആക്സിസിൽ B ആണ്. അപ്പൊ B എന്ന് പറയുന്ന ഡയമെൻഷൻ 500 ആണ് ഇവിടെ. അപ്പൊ 60/500 ചെയ്യുമ്പോൾ 0.12, ദാറ്റ് ഈസ് 0.15 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ നമ്മൾ റെഫർ ചെയ്യേണ്ട ചാർട്ട് എന്ന് പറയുന്നത് ചാർട്ട് നമ്പർ 45 ആണ്. 4 സൈഡിലും റീഇൻഫോഴ്സ്മെന്റ്, FY വാല്യൂ 415, D'/B എന്ന് പറയുന്നത് 0.15. അപ്പൊ ചാർട്ട് നമ്പർ 45 റെഫർ ചെയ്യാം. ചാർട്ട് നമ്പർ 45ലേക്ക് പോകുമ്പോൾ ചാർട്ട് നമ്പർ 45 നോക്കുമ്പോൾ ഇതാണ് 4 സൈഡിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് FY 415, D'/D 0.15. അപ്പൊ അതിൽ PU/FCK BD എന്ന് പറയുന്ന വാല്യൂ 0.333 തന്നെയാണ്. അപ്പൊ അവിടുന്ന് നേരെ 0.10ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 0.10 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, ഏകദേശം ഇതാണ് 0.10 ഇന്ററാക്ഷൻ കർവ്. അവിടുന്ന് നേരെ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെയാണ് വരുന്നത്. അപ്പം 0.11 0.12 ഏകദേശം എത്തുന്നു അല്ലെ. അപ്പം 0.12 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ MU/FCK BD സ്ക്വയർ എന്നുള്ളത് 0.12 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനർ ആക്സിസ് കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് D'/D എന്ന് പറയുന്ന വാല്യൂവിന്റെ D'/B ആ കൊടുത്തത്. അപ്പൊ ഇവിടെ MUY1 ആയിരിക്കും. അതുപോലെ ബിയും ഡിയും ഇന്റർചേഞ്ച് ആയി, അതായത് MUY1 ഡിവൈഡ് ബൈ FCK DB സ്ക്വയർ എന്നായിരിക്കും വരിക. ഇന്റർചേഞ്ച് ആയി, കാരണം D'/D എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തത് D'/B ആണ്, അതായത് D'/500 എന്നുള്ള രീതിയിലാണ്. അപ്പം ഡിന്റെ സ്ഥാനത്ത് B ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം D എന്നുള്ള സ്ഥലത്ത് എന്ത് വരും? B വരും. അപ്പം B സ്ക്വയർ ആവും. ബിന്റെ സ്ഥാനത്ത് D വരുമ്പോൾ D ആവും. അപ്പൊ MUY1 ഡിവൈഡ് ബൈ FCK DB സ്ക്വയർ എന്നായിരിക്കും വരിക. ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ MUY1 ഡിവൈഡ് ബൈ FCK DB സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.12 നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പൊ MUY1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 360 kN എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് PUZ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. PUZ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആൽഫ n വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ ആൽഫ എൻ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പി യു ബൈ പി യു സെഡ് വാല്യൂ വേണം. അപ്പൊ പി യു സെഡിന്റെ വാല്യൂ കോഡിലുള്ള ഇക്വേഷൻ 0.45 എഫ് സി കെ എ സി പ്ലസ് 0.75 എഫ് ഐ എ സി. അപ്പൊ അതില് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി യു സെഡ് വാല്യൂ 4513.5 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി പി യു ബൈ പി യു സെഡ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം പി ു 2000 ആണ്, പി യു സെഡ് 4513.5 ആണ്. അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി യു ബൈ പി യു സെഡ് 0.44 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം കോഡിന്റെ അകത്ത് പറയുന്നത് പി യു ബൈ പി യു സെഡ് വാല്യൂ 0.2 ആവുമ്പോൾ ആൽഫ എന്നിന്റെ വാല്യൂ 1 ഉം 0.8 ആകുമ്പോൾ ആൽഫ എന്നിന്റെ വാല്യൂ 2 എന്നുള്ളതാണ്. അപ്പൊ ഇന്റർപോളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ എന്നിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ടു 0.44 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1.4 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അത് ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം യു എക്സ് ബൈ എം യു എക്സ് വൺ റേസ് ടു ആൽഫ എൻ പ്ലസ് എം യു വൈ ബൈ എം യു വൈ വൺ റേസ് ടു ആൽഫ എൻ വുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.406 എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പൊ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി വന്നു. അപ്പോൾ സെക്ഷൻ സേഫ് ആണെന്നുള്ളത് നമുക്ക് എടുക്കാം. പെർസെന്റേജ് ഇവിടെ അസ്യൂം ചെയ്തതും സേഫ് ആണ്, സാറ്റിസ്ഫാക്ടറി ആണ്. ഓക്കെ, അതായത് നമ്മൾ അസ്യൂം ചെയ്ത ആ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഓഫ് സ്റ്റീലിന് ഈ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ ഈ കോളം സേഫ് ആയിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. ഇനി ഈ പെർസെന്റേജ് നമ്മൾ അസ്യൂം ചെയ്ത പെർസെന്റേജ് വെച്ചിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പൊ സ്റ്റെപ്പ് 9 ഡിസൈൻ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പോൾ എ എസ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് പി ബൈ 100 ഇൻറ്റു ബി ഇൻറ്റു ഡി എന്നുള്ളതാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഏരിയ വരുന്നത്. എ എസ് സി ആണ്. എ എസ് സി ഇസ് ഈക്വൽ ടു പി ബൈ 100 ഇൻറ്റു ബി ഡി. ഇപ്പൊ 2% ആണ്. ഇപ്പൊ 2/100 ഇൻറ്റു ഗ്രോസ് ഏരിയ 500 ഇൻറ്റു 600 ചെയ്ത് കഴിഞ്ഞാൽ 6000 mm² നമുക്ക് കിട്ടും. ഓക്കെ, 6000 mm² കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഏത് ഡയ കൊടുക്കണം, എത്ര ബാർ കൊടുക്കണം എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഞാനിവിടെ 32 ബാർ അസ്യൂം ചെയ്തു, 32 mm ഡയ ബാർ അസ്യൂം ചെയ്തു. നമ്പർ ഓഫ് ബാർസ് ചെക്ക് ചെയ്തപ്പോൾ 8 നമ്പേഴ്സ് എനിക്ക് കിട്ടി. അപ്പൊ 8 നമ്പേഴ്സ് ഓഫ് 32 mm ഡയമീറ്റർ ബാർസ് കൊടുത്തു. അതായത് 6433.98 mm² ആണ് എ എസ് ടി പ്രൊവൈഡഡ് കിട്ടുന്നത്. ഓക്കെ, എ എസ് സി പ്രൊവൈഡഡ് ആണ്, എ എസ് സി. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് 10 ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ്. ഓക്കെ, അപ്പൊ അതിൽ ഡയമീറ്ററും സ്പേസിംഗ് ആണ് വേണ്ടത്. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് 1/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ 32, 8, പിന്നെ 6 mm കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ 8 mm എന്നുള്ളത് ഞാൻ എടുത്തു. പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ലാറ്ററൽ ടൈസ്. ഇനി സ്പേസിംഗ് ആണ്. സ്പേസിംഗിൽ 16 ടൈംസ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ, ഡയ ഓഫ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ, ദാറ്റ് ഈസ് 16 ഇൻറ്റു 32, ദാറ്റ് ഈസ് 512 mm. രണ്ടാമത്തത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 500, അതുപോലെ 300. ഇതിൽ ചെറുത് 300 ആണ്. therefore provide 8 mm diameter lateral ties at 300 mm center to center. ഇനി ഫിഗർ വരയ്ക്കാം. ആ സമ്മറി എഴുതിയതിനു ശേഷം ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഇതുപോലെയാണ്. 600 mm, 500 mm. അതിൽ 60 നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, കവർ മാർക്ക് ചെയ്യാം, നമ്മൾ മുന്നേ ഫിഗർ വരച്ചതുപോലെ. ഇനി ഇവിടെ മെയിൻ ബാസ് എന്ന് പറയുന്ന 8 നമ്പേഴ്സ് ഓഫ് 32 mm ഡയമീറ്റർ മെയിൻ ബാസ്. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ടൈസ് മാർക്ക് ചെയ്യണം. ടൈസ് ഈ 4 ബാസിനെയും പുറമേയുള്ള കോർണർ ബാസിനെയും കണക്ട് ചെയ്തിട്ട് ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിലുള്ള ബാസിനെ കണക്ട് ചെയ്തിട്ട് ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തു. 8 mm ഡയാലാറ്റർ ടൈസ് 300 mm സെന്റർ ടു സെന്റർ. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ 3 ബാസ് ആണ് കാണുക. അപ്പൊ 3 ബാസ് ആണ് ലോഞ്ചിറ്റ്യൂഡിലേക്ക് കാണുക. അപ്പൊ കണ്ടിന്യൂഷന്റെ സിമ്പിൾ ഇട്ടിട്ടുണ്ട്. അപ്പം 8 നമ്പേഴ്സ് ഓഫ് 32 mm ഡയമീറ്റർ മെയിൻ ബാസ് മാർക്ക് ചെയ്തു. അതുപോലെ ലാറ്റർ ടൈസ് ഇങ്ങനെയാണ് കാണുക. അപ്പൊ 8 mm ഡയാലാറ്റർ ടൈസ് 300 mm സെന്റർ ടു സെന്റർ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉള്ളത്.